ഉണ്ണി ബാലകൃഷ്ണൻ, KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ വലിയ ആവേശമായിരുന്നു, ആത്മവിശ്വാസമുണ്ടായിരുന്നു. കെ മുരളീധരൻ പങ്കെടുത്തിരുന്നില്ല എന്നതൊഴിച്ചു നിർത്തിയാൽ വലിയ രീതിയിലുള്ള ചോർച്ചയൊന്നും ഉണ്ടായിരുന്നുമില്ല. വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് നേതാക്കൾ പ്രതികരിക്കുന്നത്. അതിൽ പറഞ്ഞ ഒരു പോയിന്റ്, ഈ സർക്കാരിനെതിരെ ജനവികാരം ശക്തമാണ്. അത് പൂർണ്ണമായും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും നമുക്ക് വോട്ടാക്കി മാറ്റാൻ സാധിക്കണം. ആ രീതിയിൽ സംഘടനാ മെഷീനറിയെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കണം. അതിനുള്ള ചർച്ചകളാണ് ഈ 2 ദിവസം നടന്നത്. ആ വിഷനിലും പറയുന്നത് അതുതന്നെയാണ്. ഈ ജനങ്ങളുമായുള്ള അകലം വോട്ടാക്കി മാറ്റാനാണോ? നോക്കൂ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിസ്സംശയം മുന്നോട്ട് വയ്ക്കുന്ന ഒരു യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങൾക്ക് സർക്കാരിനെതിരായിട്ട് ജനങ്ങൾക്കിടയിൽ ഒരു വികാരമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് സ്വാഭാവികമായും 2024 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി കേരളം വോട്ട് ചെയ്യുമ്പോഴും അവരുടെ ഒന്നാമത്തെ ചോയ്സായിട്ട് UDF വന്നത്. LDF ജനപ്രിയമല്ലാത്ത ഒരു സർക്കാരായി മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല CPM പോലും സംശയമുണ്ട് എന്ന്. ഇപ്പോൾ നമ്മൾ MV ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രസംഗം കേട്ടു. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, തെറ്റായ ഒരു പ്രവണതകളും ഇനി വെച്ച് പൊറിപ്പിക്കില്ല, പെരുമാറ്റ രീതിയിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരണം, പണത്തിനോടുള്ള ആർത്തി സഖാക്കൾക്കുണ്ടാകുന്നു, പണം സമ്പാദിക്കാം എന്ന ഒറ്റ വിചാരവുമായി പാർട്ടിയിലേക്ക് ആളുകൾ എത്തുന്നു. അപ്പോൾ ഇതെല്ലാം മാറേണ്ടതുണ്ട് എന്ന് CPM പോലും വിലയിരുത്തുന്നത് CPM-നെതിരായൊരു ജനവികാരം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ ആ തിരുത്തൽ പ്രക്രിയയിലേക്ക് പോകുന്നത്. ഇവിടെ സ്വാഭാവികമല്ലേ അത് പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വോട്ടാക്കി മാറ്റി അധികാരത്തിൽ വരാൻ UDF-ഉം കോൺഗ്രസും ശ്രമിക്കുമെന്നുള്ളത്. ഇന്നിപ്പോൾ അവസാനിച്ചിരിക്കുന്ന ക്യാമ്പിൻ്റെ ഒരു പ്രത്യേകതയായി ഞാൻ കാണുന്നത്, സാധാരണഗതിയിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ കോൺഗ്രസ് ഒരു കേഡർ പാർട്ടി അല്ലല്ലോ, അതിൻ്റെ ഒരു സ്വാഭാവികമായ ഉഴപ്പുണ്ട്. ഇന്നിപ്പോൾ അത്ഭുതകരമായ ഒരു തീരുമാനമാണല്ലോ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഓരോ കോർപ്പറേഷനും ചുമതല കൊടുത്തിരിക്കുന്ന ആർക്കൊക്കെയാണ്? കണ്ണൂർ കോർപ്പറേഷൻ്റെ ചുമതല കൊടുത്തിരിക്കുന്നത് KPCC അധ്യക്ഷനായ K സുധാകരനാണ്. കോഴിക്കോട് കോർപ്പറേഷൻ്റെ ചുമതല കൊടുത്തിരിക്കുന്നത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള രമേശ് ചെന്നിത്തലയ്ക്കാണ്. അതേപോലെ എറണാകുളം കോർപ്പറേഷൻ്റെ ചുമതല കൊടുത്തിരിക്കുന്നത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ചുമതല കൊടുത്തിരിക്കുന്നത് AICC സെക്രട്ടറി ആയിട്ടുള്ള PC വിഷ്ണുനാഥിനാണ്. ഇങ്ങനെ ഒരു രീതി കോൺഗ്രസിൽ നമ്മൾ കണ്ടിട്ടില്ല. നോക്കൂ, കണ്ണൂർ കോർപ്പറേഷൻ നിലനിർത്തുക എന്നുള്ള ഉത്തരവാദിത്വം K സുധാകരൻ്റെതായിരിക്കുന്നു എന്നുള്ളതാണ്. കോഴിക്കോട് കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ള ഉത്തരവാദിത്വം രമേശ് ചെന്നിത്തലയുടേതായിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരം തീരുമാനങ്ങൾ കോൺഗ്രസിൽ വളരെ അസ്വാഭാവികമാണ് എന്ന് ഞാൻ പറയുന്നു. അതുകൊണ്ട് നോക്കൂ, ഇത്തരത്തിൽ ഗൗരവത്തോടെ ഈ രാഷ്ട്രീയ സാഹചര്യത്തെ ബോധ്യപ്പെട്ടുകൊണ്ട് ഒരാലസ്യവും പാടില്ല, അമിതമായ ആത്മവിശ്വാസവും പാടില്ല. ഇപ്പോൾ സർക്കാരിനെതിരായും CPM-നെതിരായും രൂപപ്പെട്ടു വന്നിരിക്കുന്ന ജനകീയ വികാരത്തെ പരമാവധി മുതലെടുത്തുകൊണ്ട് അത് വോട്ടാക്കി മാറ്റി തദ്ദേശ തെരഞ്ഞെടുപ്പിലും നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേട്ടമുണ്ടാക്കണമെന്നുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് കൂടി ഞാൻ പറയാം. നോക്കൂ, വേഗം തന്നെ കോൺഗ്രസ് നന്നാകൂ എന്നിട്ട് CPM-നെ നമുക്ക് തോപ്പിച്ചു കളയാം എന്നുള്ളതല്ല ഈ ചർച്ചയുടെ ലക്ഷ്യം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ UDF-ഉം അതുപോലെ തന്നെ LDF-ഉം മുഖാമുഖം നിന്ന് മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല കേരളത്തിലുള്ളത്. കേരളത്തിലൊരു മൂന്നാം ചേരി ശക്തമായിരിക്കുന്നു. അതാണല്ലോ 2024 തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. 20% വോട്ടാണ് BJP ഒറ്റയ്ക്ക് നേടിയിരിക്കുന്നത്. ഒരു പാർട്ടിയുടെ 20% വോട്ടെന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? വലിയ അത്ഭുതങ്ങൾ അവർക്ക് ഉണ്ടാക്കാൻ കഴിയും. ഞാൻ 2017 അന്ന് BJP-യുടെ അധ്യക്ഷനായിട്ടുള്ള അമിത്ഷായെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. അന്ന് അമിത്ഷായോട് ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, നിങ്ങൾക്ക് കേരളത്തിൽ കേവലം 13% വോട്ടാണുള്ളത്, അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഈ സംസ്ഥാനം പിടിക്കാൻ പോകുന്നത്? 2017 അദ്ദേഹം രാഷ്ട്രീയ അധ്യക്ഷനായിരിക്കുമ്പോഴാണ്. അന്ന് അദ്ദേഹം പറയുന്നൊരു മറുപടി ഉണ്ട്, ഞങ്ങൾ ഗുജറാത്തിൽ അധികാരത്തിൽ വരുന്നതിന് തൊട്ടുമുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ അവിടെ ഞങ്ങൾക്ക് ലഭിച്ചിരുന്ന വോട്ട് എത്രയായിരുന്നു അറിയാവോ? 11%. അത് കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഗുജറാത്തിൽ അധികാരത്തിൽ വന്നിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ ഞങ്ങൾ അധികാരത്തിൽ വരുന്നതിന് തൊട്ടുമുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ എത്രയായിരുന്നു BJP-യുടെ വോട്ടെന്നറിയാവോ? 9%. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ 13% കുറച്ച് കാണണ്ട, ഞങ്ങൾക്കറിയാം എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കേണ്ടത് എന്ന്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ 9ഉം 11ഉം അല്ല, 20% BJP-യുടെ വോട്ടെന്ന് പറയുന്നത് അതിനെ നിസ്സാരമായി കാണണ്ട. ഇവിടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ? ഒരു പാർട്ടിയിലും അണിയായി ചേരാത്ത അല്ലെങ്കിൽ അനുഭാവികളായി പോലും നിൽക്കാത്ത ഒരു നല്ല ശതമാനം ആളുകൾ വോട്ടർമാരുണ്ട്. ആ വോട്ടർമാരെ നമ്മൾ വിളിക്കുന്നത് നിഷ്പക്ഷ വോട്ടർമാർ എന്നാണ്. ആ നിഷ്പക്ഷ വോട്ടർമാരാണ് എപ്പോഴും ഏത് മുന്നണി ജയിക്കണം പരാജയപ്പെടണമെന്നും തീരുമാനിക്കുന്നത് കേരളത്തിൽ. ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് എന്താ? നാളിതുവരെ UDF-നോടൊരു എതിർവികാരം ഉണ്ടാകുമ്പോൾ ഈ നിഷ്പക്ഷ വോട്ടർമാർ LDF-ന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും. LDF-ന് എതിർവികാരമുണ്ടാകുമ്പോൾ അവർ നേരെ UDF-ന് വോട്ട് ചെയ്യും. ഇങ്ങനെ 2 ചോയ്സിലാണ് ഈ പറയുന്ന കേരളത്തിലെ നിഷ്പക്ഷ വോട്ടിംഗ് സമൂഹം നിലനിന്നിരുന്നത്. എന്നാൽ അവർക്കൊരു മൂന്നാം ചേരി കൂടി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുകൊണ്ട് UDF-നെ സംബന്ധിച്ചിടത്തോളവും LDF-നെ സംബന്ധിച്ചിടത്തോളവും ഈ മൂന്നാം ചേരി ഒരുപോലെ വെല്ലുവിളിയാണ്. അവിടെ ഞാൻ എപ്പോഴും പറയുന്നൊരു പ്രശ്നമുണ്ട്, കോൺഗ്രസിനൊരു തകർച്ച വന്നപ്പോഴൊക്കെ അതിൻ്റെ നേട്ടമുണ്ടാക്കിയിട്ടുള്ളത് BJP ആണെന്ന് മനസ്സിലാക്കണം. ഞാൻ അതുകൊണ്ടാണ് ദേശീയ സാഹചര്യം പറയുന്നത്. ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ഇല്ലാതായപ്പോൾ
ഇപ്പോൾ അവിടെ സമാജ്വാദി പാർട്ടി ഇല്ലാതായിട്ടില്ല, അവിടെ BSP ഇല്ലാതായിട്ടില്ല, അവിടെ കോൺഗ്രസ് ആണ് ഇല്ലാതായത്. BJP മുന്നേറ്റം നടത്തി, 1ാം സ്ഥാനത്തെത്തി. മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ആണ് ഇല്ലാതായത്, അവിടെ NCP ഉണ്ട്, ശിവസേനയുണ്ട്, BJP മുന്നേറ്റം നടത്തി. അതേപോലെ തന്നെയാണ് ബീഹാറിൽ രാഷ്ട്രീയ ജനതാദളുണ്ട്, ജനതാദൾ യുണൈറ്റഡ് ഉണ്ട്, കോൺഗ്രസ് ആണ് നിലംപരിശായത്, BJP മുന്നേറ്റം നടത്തി. അപ്പോൾ എവിടെയൊക്കെ കോൺഗ്രസ് തകർന്നിട്ടുണ്ടോ അവിടെയൊക്കെ ആ സാഹചര്യത്തെ പരമാവധി മുതലെടുത്ത് 1ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് BJP ആണെന്നൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യം ദേശീയ രംഗത്ത് നിൽക്കുന്നുണ്ട്. BJPയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന വോട്ടുകളുടെ ഒരു സ്വഭാവം എടുത്ത് നോക്കൂ. അതും ചെറിയ വെല്ലുവിളിയല്ല, രണ്ട് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ചെറിയ വെല്ലുവിളികളല്ല. നമ്മൾ വിശദമായി വിലയിരുത്തിയിട്ടുണ്ടല്ലോ. പിന്നാക്ക സമുദായങ്ങൾ എപ്പോഴും അടിയുറച്ചു നിന്നിട്ടുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടൊപ്പമാണ്. പിന്നാക്ക സമുദായങ്ങൾ, ആ സമുദായങ്ങളിൽ നിന്നൊരു വിഭാഗത്തെ അടർത്തിയെടുക്കാൻ ഇപ്പോൾ BJPക്ക് സാധിച്ചിരിക്കുന്നു. മുന്നാക്ക വിഭാഗങ്ങളിൽ നല്ലൊരു വിഭാഗം എപ്പോഴും അടിയുറച്ചു നിന്നിട്ടുള്ളത് കോൺഗ്രസിനോടൊപ്പമാണ്. അത്തരത്തിലുള്ള ലീഡർഷിപ്പ് ആണല്ലോ കോൺഗ്രസിനുണ്ടായിരുന്നത്. ആ സ്വാഭാവികമായും ആ വോട്ട് ബാങ്കിൽ നിന്നും ഒരു ചോർച്ചയുണ്ടായിട്ട് അത് BJPയിലേക്ക് പോകുന്ന സാഹചര്യം വരുന്നു. എന്തിനേറെ ന്യൂനപക്ഷ സമുദായമായിട്ടുള്ള ക്രിസ്ത്യൻ വോട്ട് ബാങ്കിലേക്ക് പോലും BJPക്ക് കടന്നു കയറാൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളവും LDFനെ സംബന്ധിച്ചിടത്തോളവും 2024 പോലെയല്ല, 2025 നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തെ എങ്ങനെ മാറ്റിമറിക്കാൻ പോകുന്നു എന്നുള്ളത് പ്രവചനാതീതമാണ്. കാരണം നമ്മൾ ഇതുവരെ കണ്ടുവന്നിരുന്ന ഒരു രാഷ്ട്രീയ വോട്ടിംഗ് രീതിയൊക്കെ മാറിയിരിക്കുന്നു, സാമുദായിക കോമ്പിനേഷൻസ് മാറിയിരിക്കുന്നു, ഒരു 3ാം ചേരി പ്രബലമായിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഞാൻ പറയുന്നത് CPMനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ കോൺഗ്രസ് പ്രവർത്തിക്കേണ്ടതുണ്ട്. കാരണം എനിക്ക് CPMനൊരു വിശ്വാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ CPM ഒരു സംഘടന എന്ന നിലയ്ക്ക് കെട്ടുറപ്പുള്ളൊരു സംവിധാനമാണ്, അവർക്കൊരു കേഡർ സിസ്റ്റമുണ്ട്. ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ ഈ 2024 പരാജയം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാതിരിക്കാൻ പോകുന്ന ഒരു പാർട്ടിയോ മുന്നണിയോ അല്ല ഇടതുപക്ഷം. അതിശക്തമായി അവരവരുടെ പ്രവർത്തകരെ സംഘടിപ്പിക്കും, അവരവരുടെ ആശയ നിർമ്മാണം നടത്തും, ആ ആശയവുമായി ജനങ്ങളിലേക്ക് പോകും. ഞാൻ വിചാരിക്കുന്നത് ഈ പലതരത്തിലുള്ള തിരുത്തൽ പ്രക്രിയകളിലൂടെ അവരവരുടെ പ്രതിച്ഛായ നിർമ്മാണം സൂക്ഷ്മമായി തന്നെ നിർവഹിക്കും. അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഒരു മെക്കാനിസം CPMനുണ്ട്, ഇടതുപക്ഷത്തിനുണ്ട്. എന്നാൽ കോൺഗ്രസ് ഉണർന്നു പ്രവർത്തിക്കാത്ത പക്ഷം ആ സംഘടനയുടെ ഒരു സ്വഭാവം തന്നെ ആലസ്യത്തിലാണല്ലോ. 2019 വലിയ വിജയത്തിന് ശേഷം മറ്റൊരു സവിശേഷമായ സാമൂഹിക സാഹചര്യം രൂപപ്പെട്ടു വന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ 2021 ഈ പറയുന്ന തുടർഭരണം ഉണ്ടായത്. അത് കേവലം കോൺഗ്രസിൻ്റെ ഒരു ആലസ്യമോ മാത്രമായിട്ട് ഞാൻ വിലയിരുത്തുന്നില്ല. ഇനി അവർ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ പോലും മറ്റൊരു സാമൂഹിക സാഹചര്യം രൂപപ്പെട്ടു വരികയും ആ സാഹചര്യം സർക്കാരിനെ ജനപ്രിയമാക്കുകയും മുഖ്യമന്ത്രിയെ ഒരു രക്ഷകനായിട്ട് ആളുകൾ കാണുന്നൊരു സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ 2024 സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിരുദ്ധ തരംഗമുണ്ടെന്നും ആ വിരുദ്ധ തരംഗം മുഴുവൻ ഞങ്ങൾക്ക് അനുകൂലമായ വോട്ടായി മാറാൻ പോകുന്നു എന്നുമുള്ള ഒരു വിശ്വാസത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ അങ്ങനെയല്ല. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം, ആ രാഷ്ട്രീയ സാഹചര്യം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പരമാവധി വോട്ടാക്കി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെങ്കിൽ ജനങ്ങൾക്കിടയിൽ നന്നായി പ്രവർത്തിക്കണം. ഇനി CPM ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ, ഈ 24 തെരഞ്ഞെടുപ്പിന് ശേഷം എന്തൊക്കെയാണ് ഈ തിരുത്തൽ വരുത്തും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും ഇന്ന് പോലും ഗോവിന്ദ മാസ്റ്റർ പറയുന്നത് എന്താ, പെരുമാറ്റം പോലും മോശമാണ്. കഴിഞ്ഞ ദിവസം അരുവിക്കരയിൽ നിന്ന് വരുന്ന ഒരു വാർത്ത എന്താ, അരുവിക്കരയിലെ MLA ആണ് സ്റ്റീഫൻ അല്ലേ, ഒരു വിവാഹ ചടങ്ങിന് മുമ്പ് അവിടെ പോകുന്നു, ഒരു ഓഡിറ്റോറിയത്തിൽ പോയിട്ട് MLA കാർ പാർക്ക് ചെയ്യുന്നു. അദ്ദേഹം ആ ചടങ്ങിലാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ അവിടെ വേറൊരാൾ വന്ന് ആ വണ്ടിയുടെ മുമ്പിൽ ഒരു വണ്ടി പാർക്ക് ചെയ്യുകയാണ്. ബിനീഷ് എന്നാണ് അയാളുടെ പേര്. അപ്പോൾ അവിടെ വന്നിട്ട് ഈ വണ്ടി അവിടെ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞിട്ട് പാർട്ടി പ്രവർത്തകർ സംഘടിച്ച് ആ വണ്ടി മാറ്റാൻ ശ്രമിക്കുകയും അതൊരു സംഘർഷത്തിലേക്ക് പോവുകയും ആ വണ്ടിയുടെ ബാക്ക് ചില്ല് അടിച്ച് തകർത്തു. അതൊരു ലോക്കൽ പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് സ്റ്റീഫൻ എന്ന് പറയുന്ന MLAക്ക് ഒരു പങ്കുമില്ല, അദ്ദേഹം പുറത്തേക്ക് തന്നെ വന്നിട്ടില്ല. പ്രശ്നം എന്താണെന്ന് അറിയാവോ, ഈ വാർത്ത ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഇംപ്രഷൻ എന്താണ്, ആ സ്ഥലത്തുണ്ടാക്കുന്ന ഇംപ്രഷൻ എന്താണ്, ഇവർക്ക് ആരാണെന്ന് ഈ ക്രമസമാധാന ചുമതലയൊക്കെ നൽകിയിരിക്കുന്നത്? ഈ MLAയുടെ വണ്ടിയുടെ മുമ്പിൽ കൊണ്ടുപോയ ഒരാൾ വണ്ടി പാർക്ക് ചെയ്താൽ മര്യാദയ്ക്ക് പറഞ്ഞു മാറ്റുക എന്ന് മാത്രമല്ല, ഇനി അത് പറഞ്ഞ് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അടിച്ച് തകർക്കുകയാണോ വണ്ടിയുടെ ചില്ല്? അതുണ്ടാക്കുന്ന അപകടം എത്രയാണ്, ഒരു ചെറിയ സ്ഥലത്തുണ്ടാക്കുന്ന പ്രശ്നം. പക്ഷേ നമ്മളിപ്പോൾ ഇരുന്ന് ചർച്ച ചെയ്യുന്നില്ലേ? അതുപോലെ തന്നെയല്ലേ പത്തനംതിട്ടയിൽ ഈ പറയുന്ന വധശ്രമത്തിന് കേസുള്ളവരെ, കാപ്പ ചുമത്തിയവരെയൊക്കെ ഈ ചുവപ്പ് മാലയിട്ട് അണിയിച്ച് ഇങ്ങോട്ടേക്ക് സ്വീകരിക്കുന്നത് എന്താ? കോഴിക്കോട്ടെ വിവാദം, PSC വിവാദം. ഇന്നും ഗോവിന്ദ മാസ്റ്റർ പറയുന്നുണ്ട് എന്തിനാണ് പ്രമോദ് കോട്ടുള്ളിയെ പുറത്താക്കിയതെന്ന് പറയത്തില്ല, പക്ഷെ പുറത്താക്കി. അപ്പോൾ ഈ രീതിയിൽ അതുപോലെ തന്നെയല്ലേ കൊയിലാണ്ടിയിലെ SFIക്കാരുടെ പ്രസംഗം. ഞാൻ പറയുന്നത് 2024 തെരഞ്ഞെടുപ്പിൽ നിന്ന് CPMും പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതിനനുസരിച്ചുള്ള തിരുത്തൽ അടിയന്തരമായി നടത്തണം. ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും ഇതൊക്കെ ആവർത്തിക്കുന്നു എന്ന് പറയുന്നത് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നു. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം മാറിയിരിക്കുന്നു. അവിടെ ഇപ്പോൾ LDF UDF മുഖാമുഖം മത്സരം നടക്കുന്നൊരു സാഹചര്യമല്ല. അവിടെ ഒരു 3ാം ചേരി ശക്തമായിരിക്കുന്നു. ഒരു പ്രത്യേകതരം സാമുദായിക വോട്ടിംഗ് കോമ്പിനേഷൻ രൂപപ്പെട്ട് വന്നിരിക്കുന്നു. ആ ശക്തിപ്പെടുന്ന ചേരിയെക്കുറിച്ചുള്ള ജാഗ്രത ഉണ്ടാകേണ്ടത് LDFനും UDFനും ഒരുപോലെയാണ്. അവിടെ കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് കോൺഗ്രസ് ആണ്. കാരണം അതിൻ്റെ സംഘടനാ സംവിധാനം എപ്പോഴും ഒരു ആലസ്യത്തിൽ കിടക്കുന്ന ഒരു ഉഴപ്പൻ സംവിധാനമാണ്. അവരുടെ വോട്ട് ബാങ്കിൽ ഉണ്ടാകുന്ന ചോർച്ച വലിയ നേട്ടമായിട്ട് മറന്നുകൊണ്ട് തൃശ്ശൂരിലെ വോട്ട് ബാങ്ക് ചോർന്നത് കോൺഗ്രസിൽ നിന്നാണെന്നേ. വലിയൊരു വോട്ട് ബാങ്ക് ചോർന്നിരിക്കുന്നത് കോൺഗ്രസിൽ നിന്നാണ്. ആ
ഉത്തരവാദിത്വം കോൺഗ്രസിനാണ് കൂടുതലുള്ളത് CPM-നേക്കാൾ. അവിടെ 2ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് LDF ആണ്, 3ാം സ്ഥാനത്തേക്കാണ് കെ മുരളീധരൻ പോയിരിക്കുന്നത്. അപ്പോൾ ഈ ജനവികാരം എതിരായിരിക്കുന്നതുകൊണ്ട് എല്ലാ വോട്ടും ഇപ്പോൾ നമ്മുടെ പെട്ടിയിലേക്ക് വീഴും എന്ന് വെറുതെ വ്യാമോഹിച്ചിരിക്കേണ്ട. ഏതായാലും കോൺഗ്രസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം നല്ല ഒരു പ്രതീക്ഷ വരുന്ന തീരുമാനമാണ്. കാരണം അവർ ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ വളരെ ഗൗരവത്തോടുകൂടി തന്നെ കാണുന്നു. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ തന്നെ അവർ രംഗത്തിറക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് അത് മുന്നോട്ട് പോകട്ടെ. കേരളത്തിൽ അപകടകരമായൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുന്നതിനെതിരായിട്ട് ശക്തമായ പ്രതിരോധം ഉണ്ടാകേണ്ടതുണ്ട്, ഉയർന്നു വരേണ്ടതുണ്ട്. അതിനകത്ത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒരുപോലെ തന്നെ ഉത്തരവാദിത്വമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. Meet the editors.